ഇടുക്കി. ഇടുക്കി ജില്ല നിലവിൽ വന്നത് 1972 ജനുവരി 26-നാണ്. ജില്ലകളുടെ പേരിൽ ആസ്ഥാനമില്ലാത്ത 2 ജില്ലകളിൽ ഒന്നാണ് ഇടുക്കി. ഇടുക്കിയുടെ ആസ്ഥാനം പൈനാവാണ്. വിസ്തൃതിയിലെ 2-ാം സ്ഥാനമാണ് ഇടുക്കിക്കുള്ളത്. സമുദ്രതീരമില്ലാത്ത ജില്ലയാണ് ഇടുക്കി. കേരളത്തിൻ്റെ പഴക്കൂട എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. ഇന്ത്യയിലെ ആദ്യ ബാലസൗഹൃദ ജില്ല ഇടുക്കിയാണ്. കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്ന ജില്ലയും ഇടുക്കിയാണ്. അപ്പോൾ ഇടുക്കി ജില്ല നിലവിൽ വന്നത് 1972 ജനുവരി 26-നാണ്. ജില്ലകളുടെ പേരിൽ ആസ്ഥാനമില്ലാത്ത 2 ജില്ലകളിൽ ഒന്നാണ് ഇടുക്കി. ഇടുക്കിയുടെ ആസ്ഥാനം പൈനാവാണ്. വിസ്തൃതിയിലെ 2-ാം സ്ഥാനമാണ് ഇടുക്കിക്കുള്ളത്. സമുദ്രതീരമില്ലാത്ത ജില്ലയാണ് ഇടുക്കി. കേരളത്തിൻ്റെ പഴക്കൂട എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല ഇടുക്കിയാണ്. കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്ന ജില്ലയും ഇടുക്കിയാണ്. കേരളത്തിലെ ഏക സുഗന്ധവ്യഞ്ജന പാർക്ക് പുറ്റടിയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ലയാണ് ഇടുക്കി. റെയിൽവേ ഇല്ലാത്ത 2 ജില്ലകളിൽ ഒന്നാണ് ഇടുക്കി. ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച് കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കം നടക്കുന്ന മംഗളാദേവി ക്ഷേത്രം ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിലെ ഏക സുഗന്ധവ്യഞ്ജന പാർക്ക് പുറ്റടിയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ലയാണ് ഇടുക്കി. റെയിൽവേ ഇല്ലാത്ത 2 ജില്ലകളിൽ ഒന്നാണ് ഇടുക്കി. ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച് കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കം നടക്കുന്ന മംഗളാദേവി ക്ഷേത്രം ഇടുക്കി ജില്ലയിലാണ്. ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ലയാണ് ഇടുക്കി. സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ജില്ല. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ലയാണ് ഇടുക്കി. ഇടുക്കിയുടെ വാണിജ്യ തലസ്ഥാനമാണ് കട്ടപ്പന. ഏറ്റവും വിസ്തൃതി കൂടിയ പഞ്ചായത്താണ് കുമളി. ഏറ്റവും കുറച്ച് ജനസംഖ്യയുള്ള ഗ്രാമപഞ്ചായത്താണ് ഇടമലക്കുടി, ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി. അപ്പോൾ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ലയാണ് ഇടുക്കി. സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ജില്ല. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല. ഇടുക്കിയുടെ വാണിജ്യ തലസ്ഥാനം കട്ടപ്പനയാണ്. ഏറ്റവും വിസ്തൃതി കൂടിയ പഞ്ചായത്ത് കുമളിയാണ്. ഏറ്റവും കുറച്ച് ജനസംഖ്യയുള്ള ഗ്രാമപഞ്ചായത്താണ് ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി. കേരളത്തിൽ സ്പോർട്സ് കൗൺസിൽ ആരംഭിച്ച ആദ്യ ഗ്രാമപഞ്ചായത്താണ് നെടുങ്കണ്ടം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളിൽ 4 ഇടുക്കിയിലാണ്. ആ ദേശീയോദ്യാനങ്ങളാണ് ഇരവികുളം, ആനമുടിച്ചോല, മതികെട്ടാൻചോല, പാമ്പാടുംചോല. ഇരവികുളം സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്കിലാണ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം ദേശീയോദ്യാനം. അപ്പോൾ കേരളത്തിലെ സ്പോർട്സ് കൗൺസിൽ ആരംഭിച്ച ആദ്യ ഗ്രാമപഞ്ചായത്താണ് നെടുങ്കണ്ടം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളിൽ 4 ഇടുക്കിയിലാണ്. ഈ 4 ദേശീയോദ്യാനങ്ങളാണ് ഇരവികുളം, ആനമുടിച്ചോല, മതികെട്ടാൻചോല, പാമ്പാടുംചോല. ഇരവികുളം സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്കിലാണ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം ദേശീയോദ്യാനം. KTDCയുടെ ജലകന്യക എന്ന ബോട്ട് മുങ്ങിയത് തേക്കടിയിലെ മണക്കവലയിലാണ്. തേക്കടി, കുമളി, വാഗമൺ, പീരുമേട്, പടുമല, മൂന്നാർ എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇടുക്കിയിലാണ്. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുമളിയാണ്. വിനോദസഞ്ചാരത്തിൻ്റെ സുവർണ ത്രികോണം എന്ന് വിളിക്കുന്ന കേന്ദ്രങ്ങളാണ് മൂന്നാർ, ഇടുക്കി, തേക്കടി. അപ്പോൾ KTDCയുടെ ജലകന്യക എന്ന ബോട്ട് മുങ്ങിയത് തേക്കടിയിലാണ്, തേക്കടിയിലെ മണക്കവലയിൽ. തേക്കടി, കുമളി, വാഗമൺ, പീരുമേട്, പടുമല, മൂന്നാർ എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇടുക്കിയിലാണ്. തേക്കടിയുടെ കവാടം കുമളി. വിനോദസഞ്ചാരത്തിൻ്റെ സുവർണ ത്രികോണം എന്ന് വിളിക്കുന്ന കേന്ദ്രങ്ങളാണ് മൂന്നാർ, ഇടുക്കി, തേക്കടി. കേരളത്തിലെ മെഴുക് മ്യൂസിയം തേക്കടിയിലാണ്. തേക്കടി കടുവ സംരക്ഷണ മേഖലയായി പ്രഖ്യാപിക്കപ്പെട്ടത് 1978-ലാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. കേരളത്തിലെ ഏക ചന്ദനമരത്തോട്ടമാണ് മറയൂർ. മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് മറയൂർ. ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം. ഇത് ചെറുതോണി പുഴയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയമാണ് മൂലമറ്റം, ഇടുക്കി. അപ്പോൾ കേരളത്തിലെ മെഴുക് മ്യൂസിയം തേക്കടിയിലാണ്. തേക്കടി കടുവ സംരക്ഷണ മേഖലയായി പ്രഖ്യാപിക്കപ്പെട്ടത് 1978-ലാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഇതിൻ്റെ ഉയരം 2695 മീറ്ററാണ്. കേരളത്തിലെ ഏക ചന്ദനമരത്തോട്ടം മറയൂരാണ്. മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം മറയൂരാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം. ഇത് സ്ഥിതി ചെയ്യുന്നത് ചെറുതോണി പുഴയിലാണ്.
കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയമാണ് ഇടുക്കി ജില്ലയിലെ മൂലമറ്റം. കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറിൻ്റെ ഉത്ഭവം ഇടുക്കി ജില്ലയിലെ ശിവഗിരി മലയിൽ നിന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. ഇത് മുതിരമ്പുഴയിലാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് 1940-ലാണ്. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എന്ന് പറയുന്നത് 780 മെഗാവാട്ടാണ്. ഇടുക്കി അണക്കെട്ട് നിർമ്മിച്ചത് കാനഡയുടെ സഹായത്തോടു കൂടിയാണ്. കേരളത്തിൽ സ്വകാര്യ ആവശ്യത്തിനായിട്ട് ആദ്യമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച കമ്പനിയാണ് കണ്ണൻ ദേവൻ കമ്പനി. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറിൻ്റെ ഉത്ഭവം ശിവഗിരി മലയിൽ നിന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ തുടങ്ങിയത് 1940-ലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മുതിരമ്പുഴയിലാണ്. ഇടുക്കി പദ്ധതിൻ്റെ സ്ഥാപിത ശേഷിയാണ് 780 മെഗാവാട്ട്. ഇടുക്കി അണക്കെട്ട് നിർമ്മിച്ചത് കാനഡയുടെ സഹായത്തോടു കൂടിയാണ്. കേരളത്തിലെ സ്വകാര്യ ആവശ്യത്തിനായിട്ട് ആദ്യമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച കമ്പനിയാണ് കണ്ണൻ ദേവൻ കമ്പനി. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലമാണ് ചിന്നാർ. കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ. ഇൻഡോസിസ് പ്രൊജക്റ്റ്, അതായത് കാറ്റൽ ആൻഡ് ഫോഡർ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റാണ്. അത് മാട്ടുപ്പെട്ടിയിലാണ്. സ്റ്റാർട്ട് ചെയ്തത് 1963-ലാണ്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗണാണ് മൂന്നാർ. കേരളത്തിലെ ആദ്യ ഹൈഡൽ ടൂറിസം പദ്ധതിയാണ് മൂന്നാർ. 2004-ൽ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത ഗ്രാമമാണ് മാങ്കുളം ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടമാണ് രാമക്കൽമേട്. തേക്കടി വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത് ശ്രീ ചിത്തിര തിരുനാളാണ്. വർഷം 1934. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലമാണ് ചിന്നാർ. കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ. ഇൻഡോസിസ് പ്രൊജക്റ്റ് മാട്ടുപ്പെട്ടിയിലാണ്. അത് സ്ഥാപിച്ചത് 1963-ലാണ്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗണാണ് മൂന്നാർ. കേരളത്തിലെ ആദ്യ ഹൈഡൽ ടൂറിസം പദ്ധതിയാണ് മൂന്നാർ. 2004-ൽ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത ഗ്രാമമാണ് മാങ്കുളം ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടമാണ് രാമക്കൽമേട്. തേക്കടി വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത് ശ്രീ ചിത്തിര തിരുനാളാണ്. 1934-ലാണ് സ്ഥാപിച്ചത്. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ ഇടുക്കി ജില്ലയിലെ പാമ്പാറിലാണ് തൂവാനം വെള്ളച്ചാട്ടം. ഇടുക്കി ജില്ലയിലെ ഒരേയൊരു മുനിസിപ്പാലിറ്റിയാണ് തൊടുപുഴ. വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് ഇടുക്കി. വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കി ജില്ലയിലെ സ്ഥലമാണ് വട്ടവട. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലമാണ് ഉടുമ്പൻചോല. അപ്പോൾ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം ഇടുക്കിയിലാണ്. തൂവാനം വെള്ളച്ചാട്ടം ഇടുക്കി ജില്ലയിലെ പാമ്പാറിലാണ്. ഇടുക്കി ജില്ലയിലെ ഒരേ ഒരു മുനിസിപ്പാലിറ്റിയാണ് തൊടുപുഴ. വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് ഇടുക്കി. വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കി ജില്ലയിലെ സ്ഥലമാണ് വട്ടവട. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലമാണ് ഉടുമ്പൻചോല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏലം ലേലകേന്ദ്രമാണ് വണ്ടൻമേട്. കിഴക്കിൻ്റെ കാശ്മീർ, കേരളത്തിൻ്റെ കാശ്മീർ എന്നൊക്കെ അറിയപ്പെടുന്നത് മൂന്നാറാണ്. സംസ്ഥാനത്തെ ആദ്യ ജൈവ ഗ്രാമമാണ് ഉടുമ്പന്നൂർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ തേൻ ഉൽപ്പാദക പഞ്ചായത്താണ് ഉടുമ്പന്നൂർ. കേരളത്തിലെ ആദ്യ ആദിവാസി പഞ്ചായത്താണ് ഇടമലക്കുടി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏലം ലേലകേന്ദ്രമാണ് വണ്ടൻമേട്. കിഴക്കിൻ്റെ കാശ്മീർ, കേരളത്തിൻ്റെ കാശ്മീർ എന്നൊക്കെ അറിയപ്പെടുന്നത് മൂന്നാറാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ജൈവ ഗ്രാമമാണ് ഉടുമ്പന്നൂർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ തേൻ ഉൽപ്പാദക പഞ്ചായത്താണ് ഉടുമ്പന്നൂർ. കേരളത്തിലെ ആദ്യ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടി. കേരളത്തിലെ ഏക ഗോത്ര രാജാവുള്ള സ്ഥലമാണ് കോഴിമല. ഇത് ഉടുമ്പൻചോലയിലെ കാഞ്ചിയാർ പഞ്ചായത്തിലാണ്. അപ്പോൾ കേരളത്തിലെ ഏക ഗോത്ര രാജാവുള്ള സ്ഥലമാണ് കോഴിമല. അത് ഉടുമ്പൻചോലയിലെ കാഞ്ചിയാർ പഞ്ചായത്തിലാണ്. ചീയപ്പാറ വെള്ളച്ചാട്ടം, കീഴാർകൂത്ത് വെള്ളച്ചാട്ടം, തേന്മാരിക്കൂത്ത് വെള്ളച്ചാട്ടം, വാളറ വെള്ളച്ചാട്ടം, ആറ്റുകാട് വെള്ളച്ചാട്ടം, പട്ടുമല, പുല്ലുമേട്, കുട്ടിക്കാനം, ചെല്ലാർകോവിൽ എന്നിവയൊക്കെ ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ, താങ്ക് യു.